ഹലോ, അപ്പോൾ വെൽക്കം ടു ടുഡേയ്സ് ലെക്ചർ. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റായിട്ട് പഠിച്ച കാര്യം എന്താണ് ഹാർമോണിക് ഫംഗ്ഷൻ, പിന്നെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാണ് എങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ u(x, y) എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ function which has a continuous second order partial derivative ഉള്ള ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുള്ളത് എങ്കിൽ സപ്പോസ് ആ ഫംഗ്ഷൻ ലാപ്ലാസ് ഇക്വേഷൻ, അതായത് u(x(x) + u(y(y) = 0 എന്ന് പറയുന്ന ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എങ്കിൽ ആ ഫംഗ്ഷൻ ഹാർമോണിക് ആണ് എന്ന് പറയാം അല്ലേ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിളും കണ്ടു, അതായത് ഒരു ഫംഗ്ഷൻ u എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷൻ ഹാർമോണിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്തു, പിന്നെ വീണ്ടും ആ ഫംഗ്ഷൻ ഒന്നുകൂടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്തു. അങ്ങനെ യുവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി എടുത്തു. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. അതേപോലെ യുവിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ എടുത്തു, അതിനും നമുക്കൊരു ആൻസർ കിട്ടി. എന്നിട്ട് നമ്മൾ u(x(x) + u(y(y) എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്തപ്പം 0 ആണോ വരുന്നതെന്ന് നോക്കി അല്ലേ. 0 ആണ് വരുന്നതെങ്കിൽ we can say that the function satisfies Laplace equation and hence it is harmonic എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോണത് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ തിയറം ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഹാർമോണിക് ഫംഗ്ഷൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്ന് പറയുന്ന ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ പ്രോബ്ലംസ് ബേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ട് ബാക്കി പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കണം. ശരി, നമ്മുടെ തിയറം പറയുന്നത് ഇതാണ്: റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ് ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ആർ ഹാർമോണിക്. ഓക്കെ, അപ്പോൾ നമുക്കൊരു അനാലിറ്റിക് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, u+iv. അതിനകത്ത് u എന്ന് പറയുന്നത് ഒരു ഹാർമോണിക് ഫംഗ്ഷനാണ് എങ്കിൽ v എന്ന് പറയുന്നത് ആ ഹാർമോണിക് ഫംഗ്ഷൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയിരിക്കും. അപ്പോൾ സപ്പോസ് നമ്മളോട് ചോദിക്കുകയാണ് ഫൈൻഡ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ഹൂസ് റിയൽ പാർട്ട് ഇസ് u എന്ന് പറഞ്ഞ് ചോദിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ആദ്യം വെച്ച് നമ്മളെങ്ങനെ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഈ യുടെ ഹാർമോണിക് കോൺജുഗേറ്റായ v കണ്ടുപിടിക്കും. യുടെ ഹാർമോണിക് കോൺജുഗേറ്റായ viയും ഹാർമോണിക് തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്നിട്ട് ആ ഹാർമോണിക് കോൺജുഗേറ്റായ വിയും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ f(z) = u+iv എന്ന് പറഞ്ഞ് ചേർത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആ ടൈപ്പ് പ്രോബ്ലംസ് നമുക്കിവിടെ നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു അനാലിറ്റിക് പ്രോബ്ലം ഉണ്ട്, അതായത് പ്രൂവ് ദാറ്റ് റിയൽ പാർട്ട് ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് ആൻ ഹാർമോണിക് ഫംഗ്ഷൻ ഓഫ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ആർ ഹാർമോണിക് എന്ന് പ്രൂവ് ചെയ്യണം. അത് ഭയങ്കര എളുപ്പമായിട്ടുള്ളൊരു പ്രൂഫാണ്. അതായത് f(z) എന്ന് പറഞ്ഞാൽ u+iv, അതായത് നമ്മളെങ്ങനെ പ്രൂവ് ചെയ്യുക? ഫസ്റ്റ് പാർട്ട് തന്നിട്ടുണ്ട് എന്ന് അസ്യൂം ചെയ്യും. അതായത് ലെറ്റ് us assume that f(z) = u+iv is analytic. f(z) എന്ന് പറയുന്നതാണ് ആ പറഞ്ഞ അനാലിറ്റിക് ഫംഗ്ഷൻ എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന് u+iv എന്ന് പറഞ്ഞ് എഴുതാമല്ലോ. ഇത് ഫംഗ്ഷൻ അനാലിറ്റിക് ആണ് എങ്കിൽ ഈ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും അല്ലേ. അതായത് ux = vy ഉം uy = -vx എന്ന് പറയുന്ന ഈ രണ്ട് CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. എന്തുകൊണ്ടാണ്? f(z) അനാലിറ്റിക് ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ യുഎക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആദ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. അപ്പം യുഎക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ux(x) എന്ന് വരും അല്ലേ. അതേപോലെ ux = vy എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ vyx അല്ലെങ്കിൽ ∂2v/∂y/∂x എന്ന് വരും അല്ലേ, അല്ലെങ്കിൽ എന്ന് വരും. അതേപോലെ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ uy = -vx എന്ന് പറയുന്ന ഇക്വേഷൻ എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്തിനാണ് അത് ചെയ്യുന്നത്? ഓൾറെഡി ഒരു uy ഉണ്ട്, ഇതിനെ ഒരു തവണയും കൂടെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു സംഭവം കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? uy. ഈ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് uy എന്ന് വരും, പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ത് വരും? vxy എന്നേ വരുള്ളൂ അല്ലേ. vyx എന്നേ വരുള്ളൂ അല്ലേ. vyx എന്നേ വരുള്ളൂ. അങ്ങനെ നമുക്ക് uxxും uyyക്കും ഓരോ എക്സ്പ്രഷൻ കിട്ടി. ഇത് രണ്ടും പക്ഷേ ആക്ച്വലി vxyയും vyxും സെയിം തന്നെയാണ്. അപ്പം vxy - vyx എന്ന് പറയുമ്പം അത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി നമുക്ക് 0 എന്നേ വരുള്ളൂ. അപ്പോൾ
യു എന്ന് പറയുന്നത് എന്താണ്, ഹാർമോണിക് ആണ് എന്ന് കിട്ടി. അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, യു ഹാർമോണിക് ആണെന്ന് കിട്ടി. ഓക്കെ, ഇതേപോലെ തന്നെ നമ്മൾ നേരെ തിരിച്ച് ചെയ്യണം. അതായത് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ എന്ന് പറഞ്ഞെടുത്തിട്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ വി എക്സ് എക്സിന് ഒരു എക്സ്പ്രഷൻ കിട്ടും. അതേപോലെ അത് നമുക്ക് യു എക്സ് വൈ എന്നാണ് കിട്ടുക. അതേപോലെ ഈ വി വൈ ഈക്വൽ ടു യു എക്സ് എന്ന് പറഞ്ഞെടുത്തിട്ട് ഈ വി വൈനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ വീണ്ടും ഒന്ന് ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് വരും, വി വൈ വൈ ഈസ് ഈക്വൽ ടു യു വൈ എക്സ് എന്ന് വരും. അങ്ങനെ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വി ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊന്ന് തന്നെ ഇതേപോലത്തെ സ്റ്റെപ്പ് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ പ്രൂഫ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ആ അനാലിറ്റിക് ഫംഗ്ഷൻ ഹാർമോണിക് ഫംഗ്ഷനായ യുവിനെയും ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ഉണ്ട് എങ്കിൽ ആ ഫംഗ്ഷൻ്റെ യു വി എന്ന് പറയുന്നത് ഹാർമോണിക് ആയിരിക്കും. അതിൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും ഹാർമോണിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട റിസൾട്ട്. ഇനി അടുത്തത് ഫൈൻഡ് ആൻ അനാലിറ്റിക് ഫംഗ്ഷൻ ഹൂസ് റിയൽ പാർട്ട് ഇസ് യു ഈക്വൽ ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ തിയറം നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അതിൻ്റെ റിയൽ പാർട്ട് തന്നിട്ടുണ്ട്, അങ്ങനെയാണ് എങ്കിൽ അത് വെച്ചൊരു അനാലിറ്റിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത് അല്ലേ. ഒരു യു തന്നിട്ടുണ്ട്, യു എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മളൊരു അനാലിറ്റിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. നമുക്കറിയാം എഫ് ഓഫ് ഓക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അനാലിറ്റിക് ഫംഗ്ഷൻ എഫ് ഓഫ് ഇസഡ് ആണെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ യു ഹാർമോണിക് ആണെന്നറിയാം, അല്ലെങ്കിൽ യു ഹാർമോണിക് ആണോ അല്ലേന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. യു ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഹാർമോണിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ല എങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യു ഹാർമോണിക് ആണ് എങ്കിൽ ഈ യുടെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വിയും കൂടെ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് എഴുതി ഇവർ പറഞ്ഞ പോലെ ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എന്താ വേണ്ടത്, നമ്മൾ യുടെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വി കണ്ടുപിടിക്കണം. യുടെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വി എങ്ങനെ കണ്ടുപിടിക്കാം? അതിനൊരു സെറ്റ് ഓഫ് സ്റ്റെപ്പുകൾ നമ്മൾ പ്രൊസീജിയർ പോലെ ഫോളോ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നതെന്ന് കാണിച്ചു തരാം. ശ്രദ്ധിച്ച് കെയർഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ യു എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. യു തന്നിട്ടുണ്ട് എങ്കിൽ നമുക്ക് യു എക്സും യു വൈയും ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ഇതിൻ്റെ യു എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവിടെ നമ്മൾ കോഷ്യൻ്റ് റൂൾ ഉപയോഗിച്ച് വേണം ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് എന്ന് പറയുന്ന എക്സ് അല്ലേ, ന്യൂമറേറ്റർ എക്സ്, ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എക്സ്, ഇതിൻ്റെ ഡെറിവേറ്റീവ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2x അല്ലേ, ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ അല്ലേ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരുന്നുണ്ട്. അതായത് ഇത് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് യു എക്സ്. ഇതേപോലെ യു വൈ കണ്ടുപിടിക്കാൻ പറ്റും. യു വൈ എന്ന് പറയുന്നത് എത്രയാ? യു വൈ എന്ന് പറയുന്നത് ഇതേപോലെ യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നതൊക്കെ കോൺസ്റ്റൻറ്റ് ടേം ആണ് അല്ലേ. അപ്പം എക്സ് അവിടെ പുറത്തിരിക്കും. ഇനി 1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ 1 എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? -1 എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ -1 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും. ഇൻറ്റു ചെയിൻ റൂൾ ആയത് കാരണം വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2yയും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? -2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇതിങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെയിൻ റൂൾ വെച്ച് ചെയ്താലും ഇതേ ആൻസർ തന്നെയാണ് വരുന്നത്. അങ്ങനെ യു എക്സ് എന്താണെന്നും യു വൈ എന്താണെന്നും നമുക്ക് കിട്ടി. അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ സി ആർ ഇക്വേഷൻ എന്താണ് പറയുന്നത്? യു എക്സ് ഈക്വൽ ടു വി വൈ, അതേപോലെ യു വൈ ഈക്വൽ ടു -vx. ഇത് രണ്ടുമാണ് നമ്മുടെ സി ആർ ഇക്വേഷൻസ് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ ആദ്യം ചൂസ് ചെയ്യും. അപ്പോൾ ഞാൻ യു എക്സ് വെച്ച് ചൂസ് ചെയ്യണോ യു വൈ വെച്ച് ചൂസ് ചെയ്യണോ? ഇവിടെ ഇപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം ഇതല്ലേ. ഞാനപ്പോൾ തൽക്കാലം യു വൈ വെച്ച് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ എക്സ്പ്രഷൻ വെച്ച് തുടങ്ങും. അതായത് യു വൈ ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു
നെഗറ്റീവ് ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ വെച്ച് തുടങ്ങി. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിനാട്ടോ ഞാനത് വെച്ച് തുടങ്ങിയത്. അപ്പോൾ ഈ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്താ, -2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ അല്ലേ, ഈക്വൽ ടു ഡോ വി ബൈ ഡോ എക്സ്. ഈ മൈനസും മൈനസും വെട്ടി പ്ലസ് ആയി. ഈ ഡോ എക്സിനെ ഞാൻ ഇപ്പുറത്തോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഡോ വി ഇസ് ഈക്വൽ ടു 2xy ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഡോ എക്സ് എന്ന് പറഞ്ഞ് കിട്ടി. ഈ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്തോളൂ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ സൈഡ് വി എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 2y എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്ത് വെക്കും. ഇനി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ ഡോ എക്സ്, അല്ലെങ്കിൽ ആ 2 പുറത്തെടുക്കണ്ട അല്ലേ, നമുക്ക് 2x എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യാമല്ലോ. 2x ഡോ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ വല്ല ടി എന്ന് വല്ലതും വിളിക്കുകയാണെങ്കിൽ 2x ഡോ എക്സിനെ നമുക്ക് ഡോ ടി എന്ന് വിളിക്കാം അല്ലേ. അങ്ങനെയാണ് എങ്കിൽ അത് 1/t² ഡോ ടി എന്ന് കിട്ടും അല്ലേ. ഇൻ്റഗ്രൽ 1/t² ഡോ ടി എന്ന് പറയുന്നത് എത്രയാണ്, -1/t അല്ലേ. -1/t എന്നല്ലേ വരിക ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം അല്ലേ. യെസ്, -2 + 1 അതായത് ബൈ -2 + 1 യെസ് -1/t എന്നാണ് വരും ആൻസർ. ആ ഇൻ്റഗ്രൽ ഇവിടെ ഇല്ല. ഇൻ്റഗ്രൽ 1/t² എത്രയാണ്, -1/t പ്ലസ് എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വേണം. പക്ഷേ ഇത് പാർഷ്യലിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കാരണം നമ്മുടെ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു ഒരു വൈയുടെ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അല്ല. നമ്മൾ കഴിഞ്ഞ മോഡ്യൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 2 മോഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. വെൻ യു ഇൻ്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ എഴുതുന്ന ഫംഗ്ഷൻ്റെ അവസാനം പ്ലസ് എഫ് ഓഫ് വൈ എന്ന് എഴുതണം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ y ഇൻറ്റു -1/t എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് കിട്ടും. ഓക്കെ, ഈ ഭാഗം വേണ്ട, അപ്പോൾ ഇത്ര മതി. അതായത് -y/എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫൈ ഓഫ് വൈ. എന്തുകൊണ്ടാണ് ഫൈ ഓഫ് വൈ എന്ന് എഴുതിയത്, പ്ലസ് സി എന്ന് എഴുതുന്നതിന് പകരം ഫൈ ഓഫ് വൈ എന്നാണ് എഴുതിയത്. കാരണം വി ആർ ഇൻ്റഗ്രേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പം അവസാനം എഴുതുന്ന കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ ഒരു വൈയുടെ ഫംഗ്ഷൻ ആയിരിക്കണം. ഓക്കെ, അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പം വിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കിട്ടിയത്, -y/x² പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ ഇത്രയും കിട്ടിയില്ലേ. ഇനി അടുത്തത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഫൈ ഓഫ് വൈയുടെ ആൻസർ കണ്ടുപിടിക്കണം. നമ്മൾ ചുമ്മാ ആർബിട്രറി ആയിട്ട് എഴുതിയല്ലോ, അപ്പോൾ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ ആദ്യം ഞാൻ ഉപയോഗിച്ച CR ഇക്വേഷൻ ഇതല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ CR ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇനി എന്താ യൂസ് ചെയ്യാൻ ബാക്കി കിടക്കുന്നത്, ux = vy ആണ് യൂസ് ചെയ്യാൻ ബാക്കി കിടക്കുന്നത്. ഇത്തവണ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഞാനിവിടെ ഒരു v കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഇതെൻ്റെ v ആണ്. ഓക്കെ, ഈ കണ്ടുപിടിച്ച വിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്യും. എന്നിട്ട് ഈ CR ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, ആ പ്രൊസീജിയർ ഓർത്ത് വെച്ചോളൂ. ഞാൻ ഈ വിനെ വിത്ത് റെസ്പെക്ട് ടു y ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ അടുത്ത CR ഇക്വേഷനിൽ ഇട്ട് കൊടുക്കും. അപ്പം ആദ്യം ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. അങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ വരുന്നത്, വിനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷ്യേറ്റ് ചെയ്തേ vy എന്ന് പറയുന്നത് എന്താ വരിക, നമ്മളിവിടെ കോഷ്യൻ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പം മൈനസ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു മൈനസ് അവിടെ നിൽക്കട്ടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് അതായത് 2y ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. അതായത് മൈനസ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ. ഇതോടെ തീർന്നില്ലല്ലോ, പ്ലസ് ഫൈ ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് ഫൈ ഡാഷ് ഓഫ് വൈ എന്നും കൂടെ എഴുതണ്ടേ. പ്ലസ് ഫൈ ഡാഷ് ഓഫ് വൈ എന്ന് വെച്ചാൽ ഈ മൈനസ് അകത്തോട്ട് എടുക്കുമ്പം വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ
x square plus y square the whole square plus phi dash of y. ഓക്കെ, അപ്പോൾ ഇതാണ് വി വൈ. എനിക്ക് കിട്ടിയ വി വൈ ഇതാണ്. യു എക്സ് എന്താണ് കിട്ടിയത്? യു എക്സ് നമ്മൾ നേരത്തെ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണ് യു എക്സ്? യു എക്സ് എന്ന് പറഞ്ഞാൽ വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? യു എക്സ് ഈക്വൽ ടു വി വൈ എന്ന് പറയുന്ന സി ആർ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കണം. വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നാണ് എനിക്ക് യു എക്സ് കിട്ടിയത്. മുകളിൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തന്നില്ല, അത് ഈക്വൽ ടു ദേ ഈ വി വൈയുടെ ടേം നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ്. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ പ്ലസ് ഫൈ ഡാഷ് ഓഫ് വൈ. ഇത് കമ്പയർ ചെയ്ത് ഈ ടേമും വെട്ടിപ്പോയി. അങ്ങനെയാണെങ്കിൽ ഫൈ ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 0 എന്നല്ലേ കിട്ടുന്നത്? ഫൈ ഡാഷ് ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലേ? ഫൈ ഡാഷ് ഓഫ് വൈ 0. അതായത് ഒരു സംഭവത്തിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ് അല്ലേ? അപ്പോൾ ഫൈ ഓഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ നമ്മൾ തിരിച്ച് നമ്മുടെ വിയുടെ എക്സ്പ്രഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വി എന്ന് പറയുന്നത് ഇതാണെന്ന് നമുക്ക് കിട്ടിയല്ലോ. അപ്പോൾ തിരിച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ വി ഈസ് ഈക്വൽ ടു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഫൈ ഓഫ് വൈക്ക് പകരം നമുക്ക് സി എന്നിട്ട് കൊടുക്കാം. അപ്പം ഇതാണ് എൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ്. ഓക്കെ, ഏതൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് സി ആണ്. ഇനി ഇത് വെച്ച് ഞാൻ എങ്ങനെയാണ് എൻ്റെ അനാലിറ്റിക് ഫംഗ്ഷൻ എഴുതുന്നത്? എഫ് ഓഫ് ഇസഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അതായത് യു എന്ന് പറയുന്നത് എന്താണെന്നാണ് കിട്ടിയത്? യു എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആയിരുന്നു അല്ലേ? അപ്പം എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു മൈനസ് വൈ. അപ്പം മൈനസിനെ ഞാനിവിടെ എഴുതാണ്. ഐ ഇൻറ്റു മൈനസ് വൈ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സി. ഓക്കെ, ഇതാണ് എൻ്റെ അനാലിറ്റിക് ഫംഗ്ഷൻ. അങ്ങനെ ഞാൻ അനാലിറ്റിക് ഫംഗ്ഷൻ എഴുതി. ഫൈനലി വി ഹാവ് അവർ അനാലിറ്റിക് ഫംഗ്ഷൻ യു പ്ലസ് ഐ വി. അതായത് യു കണ്ടുപിടിച്ചു, യുടെ ഹാർമോണിക് കോൺജുഗേറ്റ് ആയ വി കണ്ടുപിടിച്ചു, എന്നിട്ട് രണ്ടും കൂടെ യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ് ചേർത്ത് എഴുതി. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ രീതിയിൽ കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ പ്രൊസീജിയർ എല്ലാവരും ഒരു അൽഗോറിതം പോലെ ഓർത്തിരുന്നാൽ മതി. ആദ്യം നമുക്ക് ഒരു യു തന്നിട്ടുണ്ടാവും. യു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സി ആർ ഇക്വേഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. യു തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ യു എക്സും യു വൈയും കണ്ടുപിടിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ രണ്ട് സി ആർ ഇക്വേഷൻസ് എഴുതുക. ഏതൊക്കെയാണ്? യു എക്സ് ഈക്വൾ ടു വി വൈയും യു വൈ ഈക്വൾ ടു മൈനസ് വി എക്സും. ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമുള്ളത് ഏത് ടേം ആണോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ഈ ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഈ സംഭവമാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോബ്ലം വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ, ഈ സി ആർ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്, അതായത് യു വൈ ഈക്വൾ ടു മൈനസ് വി എക്സ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാനിത് യു എക്സ് വെച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സ്റ്റക്കായി പോയാലോ എന്ന് വെച്ചിട്ടാണ്. ഇത് കാണാൻ എളുപ്പമുള്ളതുകൊണ്ട് ഞാൻ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഈ എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. ഡോ യു ബൈ ഡോ വൈ ഈക്വൾ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ് എന്നാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതുകയാണ്. എന്നിട്ട് ഈ ഡോ യു ബൈ ഡോ എക്സിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നറിയാം. ഈ വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ഇക്വേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് വി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യു വൈയുടെ എക്സ്പ്രഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് ഈക്വൾ ടു വി എക്സ് എന്ന് പറഞ്ഞ് എഴുതി. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ടേംസിനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇൻറ്റഗ്രേറ്റ് ബോത്ത് സൈഡ് സോ ദാറ്റ് ഒരു സൈഡിൽ നമുക്ക് വി ഈക്വൽ ടു എന്ന് കിട്ടും, അടുത്ത സൈഡിൽ നമുക്ക് ആ എക്സ്പ്രഷൻ്റെ ഇൻറ്റഗ്രൽ വാല്യൂ കിട്ടും. ഇത് നമ്മൾ പാർഷ്യലി ആണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. പാർഷ്യലി ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയത് കാരണമാണ് ഞാനിവിടെ പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് എഴുതിയത്. സപ്പോസ് നമ്മൾ പാർഷ്യലി ഇൻറ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് ഫൈ ഓഫ് എക്സ് എന്ന് എഴുതേണ്ടി വരും. നമ്മൾ ഏത് സി ആർ ഇക്വേഷൻ ആണോ യൂസ് ചെയ്യുന്നത് അതനുസരിച്ച് വേണം ചെയ്യാൻ. അപ്പോൾ പ്രോബ്ലം നോക്കിയിട്ട് രണ്ട് ടൈപ്പ് പ്രോബ്ലംസും വരാം. ഒന്നില്ലെങ്കിൽ ഈ സി ആർ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വരാം, അല്ലെങ്കിൽ ഈ സി ആർ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അത് രണ്ട് ഏതാണെന്ന് വെച്ചാൽ നോക്കി ചെയ്യണം. അങ്ങനെ നമ്മൾ വിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വിക്ക് ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ഞാനപ്പോൾ ഈ ഇക്വേഷൻ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ടാണ് വി കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് എങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ വി എക്സ് വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്, എന്നിട്ട് വി കണ്ടുപിടിച്ചു.
എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എന്തിനാണ്? വി വൈ കണ്ടുപിടിക്കാനായിട്ട്. ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഇതിനകത്തോട്ടേക്ക് വേണം പോകാനായിട്ട്. ഓക്കെ, അല്ല ഇതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതിനകത്തോട്ടേക്ക് വേണം പോകാൻ. അപ്പോൾ അത് എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് നോക്കി ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ വി എക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് വി കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പം വി വൈക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടി. ഈ കിട്ടിയ എക്സ്പ്രഷനിൽ ഇങ്ങനൊരു അധികമായ ഒരു സാധനം കൂടിയുണ്ട്, ഈ ഫൈവ് ഡാഷ് ഓഫ് വൈ എന്ന് പറഞ്ഞ സാധനം കൂടിയുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ യു എക്സുമായിട്ട് കമ്പയർ ചെയ്യണം. യു എക്സ് ഈക്വൾ ടു വി വൈ എന്നാണല്ലോ മറ്റേ സി ആർ ഇക്വേഷൻ, അത് വെച്ച് കമ്പയർ ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പം ഒരേപോലെയുള്ള ടേമുകളൊക്കെ വെട്ടിപ്പോകുമ്പം ബാക്കി എനിക്ക് ഫൈവ് ഡാഷ് ഓഫ് വൈ ഈക്വൾ ടു 0 എന്ന് കിട്ടി. ഫൈവ് ഡാഷ് ഓഫ് വൈ 0 ആണ് എങ്കിൽ ഫൈ ഓഫ് വൈ എന്ന് പറയുന്നത് സി ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ടേം ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ എഴുതി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഹാർമോണിക് കോൺജുഗേറ്റായ വി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? എഫ് ഓഫ് ഇസഡ് ഈക്വൾ ടു യു പ്ലസ് ഐ വി എന്ന് പറഞ്ഞ് ചേർത്തെഴുതാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയറിൽ നമുക്ക് വേറെയും പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം.